കർഷകരുടെ വാഴക്കുലകൾ അകാരണമായി നശിപ്പിച്ചതിനെതിരെ വാഴക്കുലകളുമായി KCB ഓഫീസിലേക്ക് മാർച്ച് നടത്തി. കർഷകരായ സന്തോഷും മനോജും വർഷങ്ങളായി നടത്തുന്ന നേന്ത്രവാഴ കൃഷിയിൽ കുലച്ച വാഴകളാണ് വലപ്പാട് KCB ഉദ്യോഗസ്ഥർ എത്തി ഇക്കഴിഞ്ഞ ദിവസം നശിപ്പിച്ചത്. 15 വർഷമായി സപ്ലൈ പാസ് ചെയ്യാത്ത ലൈനിന് താഴെ വാഴക്കുലകൾ ഉണ്ട് എന്ന് പറഞ്ഞാണ് നശിപ്പിച്ചത്. പ്രതിഷേധ സൂചകമായി എടത്തിരുത്തി വലപ്പാട് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് വാഴക്കുലകളുമായി KCB ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. വാഴക്കുലകളും വാഴയും KCB ഓഫീസിന് മുന്നിൽ വെച്ചാണ് സമരം അവസാനിപ്പിച്ചത്. മുൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭ സുബിൻ ഉദ്ഘാടനം ചെയ്തു. വലപ്പാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് PS സന്തോഷ് മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. എടത്തിരുത്തി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ഇൻഷാദ് വലിയകത്ത് മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. കോൺഗ്രസ് നേതാക്കളായ പ്രകാശൻ മാസ്റ്റർ, AA ഇക്ബാൽ, അഫ്സൽ വലിയകത്ത്, ഷാഫിഖ് KM, ഫാറൂഖ് കുട്ടമംഗലം, സിറാജ് മോടാനിപ്പറമ്പിൽ, ജോസ് താടിക്കാരൻ, സുമേഷ് പാനാട്ടിൽ, KH ഖബീർ, ബിനോയ് ലാൽ, അജ്മൽ ഷെരീഫ്, വൈശാഖ് വേണുഗോപാൽ, രാകേഷ് യുവാർ, അഭിലാഷ് തേവർക്കാട്ടിൽ എന്നിവർ സംസാരിച്ചു. 15 വർഷക്കാലം വൈദ്യുതി കടത്തിവിടാത്ത ലൈനിന്റെ അടിയിൽ വാഴകൃഷി കൊലച്ചു നിൽക്കുന്നു എന്ന് പറഞ്ഞ് കള്ളന്മാരെ പോലെ മതിൽ ചാടി മറ്റുള്ളവർ ഭക്ഷിക്കുന്ന, മറ്റുള്ളവർക്ക് കൊടുക്കേണ്ട വാഴക്കുലകൾ മോഷ്ടിക്കുന്നതിന് സമാനമായിട്ടാണ് വലപ്പാടത്തെ KSEBയുടെ പ്രവർത്തകർ എന്ത് ചെയ്തിട്ടുള്ളത്? വാഴക്കുലകൾ അരിഞ്ഞു തള്ളിയിട്ടുള്ളത്. മതിൽ ചാടിക്കിടന്ന് വാഴക്കുലകളൊക്കെ വെട്ടുക എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ മോഷണമാണ്. ഇവിടെ നടന്നിരിക്കുന്നത് കൃത്യമായി കർഷകരെ അപമാനിക്കുന്ന തരത്തിലേക്കുള്ള പ്രവർത്തനമാണ് KSEBയുടെ അടുത്തേക്കുണ്ടായിരിക്കുന്നത്. അതുകൊണ്ടാണ് വലപ്പാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെയും എടത്തിരുത്തി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള ഒരു സഹന സമരത്തിന്, ഇത്തരത്തിലുള്ള ഉജ്ജ്വലമായ ഒരു സമരത്തിന് നേതൃത്വം കൊടുക്കുന്നത്. അതുകൊണ്ട് നമ്മൾ മുൻപൊക്കെ കേട്ടിട്ടുണ്ട്, ഇത് വെട്ടിയവർ തന്നെ ഇത് ഭക്ഷിക്കട്ടെ എന്നുള്ളതാണ് ഞങ്ങളുടെ നിലപാട്. അതുകൊണ്ട് ആ വാഴക്കുലകൾ KSEBയുടെ ഓഫീസിന് മുന്നിൽ വെച്ച് ഞങ്ങൾ ഇന്നത്തെ ദിവസം ഞങ്ങൾ പിൻവലിയുകയാണ്. പക്ഷേ ഇത് ശക്തമായിട്ട് പരിഹരിച്ചില്ലെങ്കിൽ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു, KSEBക്കാർ പോകുന്ന വഴികളിലൊക്കെ ഞങ്ങൾ തടയേണ്ട ഉത്തരവാദിത്വം ഞങ്ങൾക്കുണ്ടാകും. ഇവിടുത്തെ AEയോടും ഇവിടുത്തെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോടും ഇവിടുത്തെ മന്ത്രിയോടും കൂടിയിട്ടാണ്